നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം ഒരുക്കി തന്നതിനാൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യം. യോശുവ യെരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി. ഒരു ആൾ കയ്യിൽ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവൻ്റെ അടുക്കൽ ചെന്നവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കടന്നു വരികയാണ്. പിസ്ഗയുടെ മുകളിൽ വെച്ച് സർവശക്തനായ ദൈവം മോശയെ തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ച് വേർതിരിക്കുകയാണ്. അതിനെ തുടർന്ന് യോശുവയാണ് ലീഡർഷിപ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. യോശുവയ്ക്ക് ഉന്നതമായ ദൗത്യ നിർവഹണമുണ്ട്. ദൈവം തന്നെ നേരിട്ട് യോശുവയെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ഈ ജനത്തിന് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ സ്ഥലം നീ അവർക്ക് വിഭജിക്കും എന്ന് ദൈവം യോശുവയോട് പറഞ്ഞിട്ടുണ്ട്. യോശുവയുടെ മുൻപിൽ യോർദാൻ വറ്റണം. യോശുവയുടെ മുൻപിൽ യെരിഹോവ് ഇടിയണം. യോശുവ ദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ ഈ വലിയ കാര്യങ്ങൾ സംഭവിച്ചേ മതിയാകുകയുള്ളൂ. യോശുവ യെരിഹോവിനെതിരെ ഇരിക്കുകയാണ്. തലപുകഞ്ഞ് ആലോചിക്കുന്നതായ സമയങ്ങളാണ്. കാരണം ഇസ്രായേൽ മക്കളുടെ നിമിത്തം യെരിഹോവിനെ അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, ആരും അകത്ത് കയറിയതുമില്ല. നോക്കുക, ഇസ്രായേൽ മക്കൾ ദൈവത്താൽ നിയുക്തരായവരാണ്. അവരുടെ മുൻപിൽ ഈ യെരിഹോവിൻ്റെ വാതിൽ തുറന്നു കിടക്കേണ്ടതാണ്. എന്നാൽ ദൈവം അയച്ചിരിക്കുന്നതായ വ്യക്തികൾ അതിനകത്ത് കടക്കും, പിടിച്ചടക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യെരിഹോവിനെ അവിടുത്തെ രാജാവ് അടച്ച് ഉറപ്പാക്കി. ആർക്കെങ്കിലും പുറത്തു വരാനോ അകത്തു വരാനോ കൊടുത്തിരുന്ന അനുവാദം പോലും അശേഷം ഇല്ലാതാക്കുവാനിടയായി. ദൈവികമായിട്ടുള്ള വാഗ്ദത്തം അനുസരിച്ച് ഞാനും നിങ്ങളും ചുവടുകൾ വെക്കുമ്പോൾ ലഭിച്ച അല്പസ്വാതന്ത്ര്യം പോലും സമ്പൂർണമായി ബാൻ ചെയ്യപ്പെടുന്നത് പോലെ, നിരോധിക്കപ്പെടുന്നത് പോലെയുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് ദൈവം പറഞ്ഞിട്ടില്ല, ഈ കാര്യം ദൈവം എതിരായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് വിചാരിച്ച് പിന്തിരിഞ്ഞോടുകയല്ല വേണ്ടത്, പിന്മാറുകയല്ല വേണ്ടത്. ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ സമയം സ്പെൻഡ് ചെയ്യണം. സമയം ദൈവസന്നിധി ചെലവഴിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും, നേരിട്ട് സംസാരിക്കും. വചനത്തിലൂടെ ദൈവം സംസാരിക്കുവാനിടയാകും. നിങ്ങളുടെ മുൻപിൽ ഈ ദിവസങ്ങളിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയം വലുതാണ്. എന്നാൽ യാതൊരു സാധ്യതകളും കാണുന്നില്ല. ചിന്തിച്ച് തലപുകഞ്ഞ് ഭാരപ്പെടുന്ന സമയങ്ങൾ, ഉറക്കമില്ലാത്ത സമയങ്ങൾ, നിങ്ങൾ തന്നെ അത് ഫേസ് ചെയ്തേ മതിയാകുകയുള്ളൂ. എന്നാൽ എങ്ങനെയത് പരിഹരിക്കപ്പെടുമെന്ന് അറിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്താകുലരാകുമ്പോൾ നമ്മെ മാറി കടന്നു പോകുന്നവനല്ല ദൈവം എന്ന് പറയുന്നത്. ദൈവം യോശുവയുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് യോശുവ അത് തിരിച്ചറിയുകയാണ്. ഒരു ആൾ കയ്യിൽ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് യോശുവയ്ക്കെതിരെ നിൽക്കുകയാണ്. യോശുവ ഉടനെ ചോദിക്കുകയാണ്, കയ്യിൽ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് അദ്ദേഹത്തിന് ആദ്യം മനസ്സിലായില്ല. യോശുവ ഉടനെ തന്നെ ചോദിക്കുകയാണ്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ? എന്നാൽ ഇത് രണ്ടും അല്ല. ഈ ചോദ്യത്തിന് അതിൻ്റേതായ നിലയിൽ നേരിട്ടൊരു ഉത്തരമല്ല അവിടെ കൊടുക്കുന്നത്. ശത്രുപക്ഷക്കാരനാണെന്നോ നിൻ്റെ പക്ഷമാണെന്നോ അല്ല അവിടെ പറയുന്നത്. അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ നേരിട്ട് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഞാൻ നിൻ്റെ പക്ഷവുമല്ല ശത്രുവിൻ്റെ പക്ഷവുമല്ല, നിനക്ക് വേണമെങ്കിൽ എൻ്റെ പക്ഷത്ത് നിൽക്കാം. ദൈവമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ യോശുവ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അടിയനോടുള്ള ദൈവത്തിൻ്റെ കൽപ്പന എന്താണ് എന്ന് ചോദിക്കുകയും യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതി യോശുവയോട്, അർത്ഥാൽ യഹോവയായ ദൈവം തന്നെയാണ്, യോശുവയോട് പറയുകയാണ്, നീ നിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക
നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. സമ്പൂർണ്ണ സമർപ്പണത്തെ കാണിക്കുന്ന ഒരു പ്രക്രിയയാണ് കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റുക. മുൾപ്പടപ്പ് കത്തുന്നുണ്ടെങ്കിലും വെന്തുപോകാത്ത ആ സാഹചര്യത്തിൽ മോശയോടും ദൈവം തന്നെ പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളക. എന്താണെന്നറിയാമോ? ഇതുവരെയും ഉള്ളതിനേക്കാൾ ഒരു പടിയൂടെ സമ്പൂർണ്ണമായി ദൈവത്തോട് പറ്റി നിൽക്കാനുള്ള ആ സമർപ്പണം. ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഞാൻ എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, ദൈവത്തിന് വേണ്ടിയാണ്. എന്നെ ഞാൻ സമ്പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജയമാണെങ്കിലും പരാജയമാണെങ്കിലും അതെല്ലാം ദൈവത്തിന് തന്നെ ആയിരിക്കുമെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാരം ചുമക്കാതെ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാം, ദൈവത്തോട് ചേർന്ന് നിൽക്കാം, ദൈവശബ്ദം കേൾക്കാം. ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാം. അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.